ബഹിരാകാശത്ത് നടന്ന് ചരിത്രത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് ഇനി ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന് സ്വന്തം. നാസയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിറ്റ്സിനെ മറികടന്നാണ് സുനിതയുടെ റെക്കോർഡ് നേട്ടം. ഒൻപത് തവണയായി ബഹിരാകാശത്ത് നടന്നത് 62 മണിക്കൂറിലധികം സമയം. ബഹിരാകാശത്ത് നടന്ന് പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് നേടിയത്. കഴിഞ്ഞ ദിവസം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് 5 മണിക്കൂർ 26 മിനിറ്റ് നടന്നതോടെ സുനിതയുടെ ബഹിരാകാശ നടത്തം ആകെ 62 മണിക്കൂർ 6 മിനിറ്റായി. 2017 നാസയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിറ്റ്സൺ സ്ഥാപിച്ച 60 മണിക്കൂറും 21 മിനിറ്റും എന്ന റെക്കോർഡാണ് സുനിത മറികടന്നത്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെയോ രണ്ടാമത്തെയോ ആളുകൾ ഞങ്ങളല്ലെന്ന് അറിയാം, പക്ഷേ ഈ നേട്ടം സാധ്യമായി. ബഹിരാകാശ നടത്തം അവസാനിക്കുന്നതിന് മുൻപ് സുനിത പറഞ്ഞത് ഇങ്ങനെ: സഹയാത്രികൻ ബുച്ച് വിൽമോറിനൊപ്പമായിരുന്നു സുനിതയുടെ നടത്തം. ബുച്ച് വിൽമോറിന്റെ 5ാമത് ബഹിരാകാശ നടത്തമായിരുന്നു ഇത്. ബഹിരാകാശ നിലയത്തിലെ തകരാറുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ഇരുവരും വിജയകരമായി നീക്കി. നേരത്തെ 2 തവണ ശ്രമിച്ചിട്ടും ഈ ദൗത്യം പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസം ആദ്യം നിക് ഹേഗിനൊപ്പമാണ് തന്റെ 8ാമത്തെ ബഹിരാകാശ ദൗത്യം സുനിത പൂർത്തിയാക്കിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് 6.5 മണിക്കൂർ നേരമായിരുന്നു നടത്തം. ബഹിരാകാശ നിലയത്തിലെ ഉപകരണങ്ങളുടെ തകരാറുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ സ്പേസ് വാക്ക്. ബോയിങ് സ്റ്റാർ ലൈനറിൽ മനുഷ്യരെയും വഹിച്ചുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായി 2024 ജൂൺ 5-നാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ നിന്നും പുറപ്പെട്ടത്. ജൂൺ 7-ന് ISS-ലെത്തി 13-ന് മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ സ്റ്റാർ ലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും കാരണം മടക്കയാത്ര നീണ്ടു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇരുവരുടെയും മടക്കയാത്രയ്ക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഹായം തേടിയതായി ഇലോൺ മസ്ക് പറഞ്ഞു. മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിനെ ഇരുവരെയും തിരികെ എത്തിക്കാനുള്ള ദൗത്യത്തിൽ നാസ പങ്കാളികളാക്കിയിരുന്നു.